Q3 റിസൾട്ട് അനാലിസിസിൻ്റെ ഫോർത്ത് പാർട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്യാതിരുന്ന പുതിയ ഒരുപാട് റിസൾട്ട് വന്നിട്ടുണ്ട്, ഒരുപാടെണ്ണം വന്നിട്ടുണ്ട്. ടാറ്റ എൽഎക്സി വന്നിട്ടുണ്ടായിരുന്നു. ടാറ്റ എൽഎക്സി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ടാറ്റ എൽഎക്സി സ്റ്റോക്കിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് PE 54.9 ഇൻഡസ്ട്രി PEയേക്കാളും വളരെ കൂടുതലാണ്. PG റേഷ്യോ വളരെ കൂടുതലാണ്. ഡെറ്റ് ഇല്ല, സീറോ ഡെറ്റാണ്. അതാണ് അതിലുള്ളൊരു പോസിറ്റീവ് കാര്യം എന്ന് പറയുന്നത്. ഇനി ക്വാർട്ടർലി റിസൾട്ട് നോക്കുന്ന സമയത്ത് സെയിൽസ് ഇയർ ഓൺ ഇയർ ഡൗൺ ആണ്, അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും ഡൗൺ ആണ്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുന്ന സമയത്ത് ചെറിയൊരു ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുന്ന സമയത്ത് OPM ചെറുതായിട്ട് എക്സ്പാൻഡ് ചെയ്തതായിട്ടും കാണിക്കുന്നുണ്ട്. ഒരു 2 ക്വാർട്ടേഴ്സിന് ശേഷം ചെറിയൊരു എക്സ്പാൻഷൻ കാണിക്കുന്നുണ്ട്. അതും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഓവറോൾ അത്ര നല്ല റിസൾട്ടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു കമ്പനിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ അത്ര കാര്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നൊരു കാര്യമില്ല. അടുത്തതായിട്ട് ബില്യൺ ബ്രെയിൻസ് ഗ്രോ എന്ന് പറയുന്ന കമ്പനിയുടെ റിസൾട്ടാണിത്. സെയിൽസ് 25% കയറിയിട്ടുള്ളത്. പക്ഷേ EBITഉം നെറ്റ് പ്രോഫിറ്റും EPS ഒക്കെ ലേശം താഴോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ വാല്യുവേഷൻസ് നോക്കാം. പുതുതായിട്ട് വന്ന കമ്പനിയാണ്. ഒരുപാട് ഡാറ്റ ഒന്നും അവൈലബിൾ അല്ല. സ്റ്റോക്ക് PE 61.6 ഇൻഡസ്ട്രി PEയേക്കാളും ഒരുപാട് ഹൈയിലാണ്. പക്ഷേ PEG റേഷ്യോ ബിലോ 1 ആണ്. അതാണ് ഇതിലുള്ള പോസിറ്റിവിറ്റി. കടം നമുക്ക് വേണമെങ്കിൽ ഇല്ലയെന്ന് പറയാം. വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള കടം മാത്രമേ കമ്പനിക്കുള്ളൂ. ROC നോക്കുന്ന സമയത്ത് ബെറ്റർ ROC ആണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുപോലെ ക്യാഷ് ഫ്ലോ റീസെൻ്റ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ ആണ് കാണിക്കുന്നത്. അത് ഓക്കെ ആണോ എന്നുള്ള കാര്യം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇനി അവരുടെ ക്വാർട്ടേഴ്സ് നോക്കുന്ന സമയത്ത് ഇയർ ഓൺ ഇയർ സെയിൽസിൽ കാര്യമായിട്ടുള്ള ഗ്രോത്ത് ഉണ്ട്. പക്ഷേ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡൗൺ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ അത് നേരത്തെ അവരുടെ ഇവിടെ നെഗറ്റീവായിരുന്നു കാണിച്ചിരുന്നത്, അതുകൊണ്ടാവണം. അപ്പോൾ അത് നമുക്ക് ഓവറോൾ വലിയ കുഴപ്പമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഗ്രോയിങ് ആണ് കമ്പനി, ഓവറോൾ ഒരു ഗ്രോയിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എക്സ്പെൻസ് നേരത്തെ ആ എക്സ്പെൻസ് വന്നിട്ടില്ല. എംപ്ലോയി കോസ്റ്റ് അവിടെ മൈനസാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നേരത്തെ അത്രയും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റും കാണിച്ചത്. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് സെയിൽസൊക്കെ ഗ്രോ ആയ സ്ഥിതിക്ക് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുന്ന സമയത്ത് 700, ഓക്കെ, 2500, 3000, 3200, 3600 ഒക്കെയാണ്. പക്ഷേ അതിനനുസരിച്ചുള്ള ക്യാഷ് ഫ്ലോ ഉണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് ഇപ്പോൾ റീസെൻ്റായിട്ട് ക്യാഷ് ഫ്ലോ നെഗറ്റീവാണ്. പക്ഷേ അത് നമുക്കെന്തായാലും അറിയുന്ന ബിസിനസ്സാണ്. ക്യാഷ് ഫ്ലോൻ്റെ കാര്യത്തിൽ നമുക്ക് അത്ര ബോധേടാവേണ്ട കാര്യം